ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ശിലയിട്ടു. 5 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് ശിലയിട്ടത്. സംസ്ഥാന സർക്കാർ 5 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ശിലാസ്ഥാപനം. തേവലക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനത്തിന് തുടക്കമിടുകയാണ്. സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ ആർദ്ര മിഷനിലൂടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യ വികസനം വളരെ വേഗം സാധ്യമാക്കി ആശുപത്രികളെ രോഗി സൗഹൃദവും ജനസൗഹൃദവുമാക്കുന്ന പ്രവർത്തനം തുടരുകയാണ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ദൗത്യങ്ങൾ പലതായി മാറുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ തേവലക്കരയിൽ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ നാടിന് തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലൊരു പാലിയേറ്റീവ് കെയർ സംരംഭം വളരെ ഓരോ പതിറ്റാണ്ടുകളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുപോലെ സംസ്ഥാനമൊട്ടാകെ ഒരു പാലിയേറ്റീവ് സംരംഭം സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രൈവറ്റ് മേഖലയെല്ലാം അതിനകത്ത് ഭാഗമായി ആക്കിക്കൊണ്ട് ഒറ്റ കുടക്കീഴിൽ ഒരു പാലിയേറ്റീവ് നയം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ വേറൊരു ദൗത്യവും ഏറ്റെടുക്കുന്നുണ്ട്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ഷാനവാസ് സ്വാഗതം പറഞ്ഞു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം S. ഓമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, ഐഷിഹാബ്, ഡോക്ടർ രശ്മി മോഹൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ലക്ഷ്യം വെക്കുന്നത് തന്നെ ഇത്തരത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെ ജനങ്ങളുടെ സേവനം പൂർണ്ണമായും ആശുപത്രികളിൽ അത് സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആശുപത്രികളിലാണെങ്കിലും ഒക്കെ നിരവധിയായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവിടെ എത്തുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.